ഹോണ്ടഡ് ആയിട്ടുള്ള എനിക്ക് പ്രേതബാധമൊന്നുമല്ല. ശരിക്കും ആ ഒരു സ്ഥലം ഒരു ട്രസ്റ്റാണ്. ഞാൻ റീസെന്റ് ഒരു വീഡിയോ ഇട്ടപ്പോഴും അതിൻ്റെ അകത്തും ട്രസ്റ്റിന്റെ വീഡിയോ ഇട്ടത് നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി ഡിലീറ്റ് ചെയ്ത്. ഇതും ഒരു ട്രസ്റ്റാണ് ശരിക്കും. നമ്മൾ യൂട്യൂബിൽ കാണുമ്പോൾ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ കാണുന്ന വീഡിയോസ് അല്ല ഇവിടെ ഉള്ളത്, അല്ലെങ്കിൽ ഒരു മാറ്റർ അല്ല. ഇതൊക്കെ ഒരു ഫേക്ക് അലിഗേഷൻ എന്നാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്. കാരണം ഇത് ഓൾമോസ്റ്റ് ഒരു 10-20 കാർ ഇതുപോലെ പോകണ്ടായിരുന്നു. ഒരു ടീം നിർത്തിയിട്ട് അവർ ചോദിച്ചു, ലൈക്ക് ഒരു കോട്ടൊക്കെ ഇട്ടിട്ട് ഒരാവശ്യത് ഇവിടെ നിൽക്കാൻ പാടില്ല. ഇംഗ്ലീഷ് ആയിരുന്നു. സോ എൻ്റെ അടുത്ത് ട്രാൻസ്ലേറ്റ് കാര്യങ്ങൾ പറഞ്ഞിങ്ങനെ ഇവിടെ നിൽക്കാൻ പാടില്ല, ഇവിടെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, അങ്ങനെ ഇങ്ങനെ കുറെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ലൈക്ക് നമുക്ക് ലാസ്റ്റ് ഇവിടെ ഹോണ്ടഡ് ആണോ അല്ലെന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് ഒരു വീഡിയോ ഞാൻ പ്ലാൻ ചെയ്യണ്ടായിരുന്നു ഒറ്റ പോകുന്നുള്ളത്. അത് ചെയ്യാൻ പോയപ്പോൾ വേറെ ടീം ലൈക്ക് ഒരു ഓൾട്ടോനെ ആളൊന്ന് പറഞ്ഞു. ആള് മാനേജറാണ്. എവിടെ സ്ഥലം എന്ന് വെച്ച് ഞാൻ എറണാകുളം എന്ന് പറഞ്ഞു. സോ പുള്ളി എറണാകുളത്ത് അവിടെ കണ്ട വീട്. അപ്പൊ ആള് പറഞ്ഞത് എന്തുവാ, ഇവിടെ കയറാൻ പാടില്ല, ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ്, ലൈക്ക് ഗേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് കയറാൻ ലൈക്ക് ആരാണ് അനുവാദം തന്നെന്ന് വെച്ചു. അനുവാദം നോട്ട് എഴുതൊന്നും ഇല്ല. നമ്മൾ ഓൾമോസ്റ്റ് വീഡിയോസും കാണാൻ കണ്ടിട്ട് വന്നാണ്. നമുക്ക് ഓൾമോസ്റ്റ് എന്തുവാ ഈ വീഡിയോസ് കാണുമ്പോൾ എല്ലാവരും പറയുന്നത് കയറാ വിസിറ്റ് ചെയ്യാൻ കാണാനൊക്കെയാണ്. അപ്പൊ നമുക്ക് അതുകൊണ്ട് ആ ഒരു രീതി വന്ന് വീഡിയോ എടുത്താൽ ഞാൻ പറഞ്ഞു. അപ്പൊ അവര് പറഞ്ഞത് എനിക്ക് കയറാൻ പറ്റൂല, കയറുന്നത് ഇഷ്യൂ ആണ്. അപ്പൊ അവര് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ വളരെ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. വീക്ക്ലി ഇന്ത്യയുടെ വെള്ളിയാഴ്ച ഏത് ദിവസം മാത്രം വന്നിട്ട് ഒരു മീറ്റിംഗ് വെക്കും. അപ്പൊ തുറക്കും വേണമെങ്കിൽ അകത്തൊന്ന് കണ്ടോ, നമുക്ക് വീഡിയോ എടുക്കാൻ പാടില്ല. അപ്പൊ ഇവിടെ ഉണ്ടായ ബാക്കി അലേഷൻസിലൊക്കെ ഫേക്ക് ആണത്. അങ്ങനെ ഇഷ്യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ, അങ്ങനെയൊന്നും ഇല്ല. അങ്ങനെ പറഞ്ഞുണ്ടാക്കിയെന്ന് പറഞ്ഞു. 2 നന്ദു എടുക്കാൻ പോയപ്പോ നന്ദുന് ഭയങ്കര പേടിയായിട്ട് നന്ദു ലൈക്ക് എനിക്ക് നന്ദു അറിയുന്ന വെച്ചിട്ടുമ്പോ നന്ദു പറഞ്ഞ ആള് കുറച്ചും കൂടിയും റിയൽ ആയിട്ട് നിന്നിട്ട് നമ്മളെ പറ്റിക്കാൻ പേടിപ്പിക്കാൻ ചെയ്യുന്ന ആളാണ്. പക്ഷെ ആള് ആ ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോ എന്റെ എക്സ്പ്രഷൻസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോ അറിയാം ആളുടെ കയ്യിൽ നിന്ന് പോയിട്ടൊക്കെയാണ്. അപ്പോ എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ പ്രത്യേകിച്ച് ഹോണ്ടഡ് പ്ലേസ് അല്ലെന്നാണ് അവിടുത്തെ മാനേജ്മെന്റ് പറഞ്ഞത്. ആള് കണ്ട് ആള് സംസാരിച്ച് ആള് അവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല, നിങ്ങൾ വിചാരിക്കണമൊന്നുമില്ല, ജസ്റ്റ് വീഡിയോസും നോർമലാണ്, നത്തിങ് ഹോണ്ടഡ്. പിന്നെ കഥയല്ലേ, കഥ പലർക്കും പറയാ പരത്താം. ആ പരത്തിയ കഥ എനിക്ക് തോന്നുന്നു മേ ബി ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലൊക്കെ ഒന്ന് വരണ്ടായി അങ്ങനെ ഉപയോഗിക്കാം. ഇല്ലെങ്കിൽ ഒരു പറഞ്ഞ ഒരു ലൈക്ക് ഒരു ടീ പ്ലാന്റേഷൻ ഉണ്ടോ, ടാറ്റ ടീംസ് ഒന്നും എടുത്തൊക്കെ കാണുന്നത്. സോ അവരായിട്ട് എടുത്തിട്ട് അവരായിട്ട് എല്ലാം എന്തെങ്കിലും ലൈക്ക് ട്രസ്റ്റിങ് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അതിന്റെ ബാക്കിലുള്ള കോൺഫിഡൻസ് ഡേയ്സ് അങ്ങനെ പോകുന്നു. ഈ ടൈം ലൈക്ക് മെയിൻറ്റെയിൻ ആയിട്ട് പോകുന്നുണ്ട്. സോ അങ്ങനത്തെ ഇഷ്യൂസ് ഒന്നും ഇല്ല. നമ്മൾ തെറ്റിയാറിനെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് വീഡിയോസ് ഒക്കെ. ഈ വീഡിയോ മനസ്സിലാക്കാം. ഓക്കെ.